ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. فذاقت وبال أمرها وكان عاقبة أمرها خسرا. വചനം 9. ഫദാഖത്ത് അങ്ങനെ അത് രുചിച്ചു നോക്കി, ആസ്വദിച്ചു. വബാല ദുഷ്ഫലം, ഭവിഷ്യത്ത്, നാശം. അംരിഹ അതിന്റെ കാര്യത്തിന്റെ, വകാന ആയിരുന്നു, ആഖിബതു അംരിഹ അതിന്റെ കാര്യത്തിന്റെ കലാശം, ഖുസ്റ നഷ്ടം. അങ്ങനെ അവയുടെ കാര്യത്തിന്റെ ദുഷ്ഫലം അവ ആസ്വദിച്ചു. അവയുടെ കാര്യത്തിന്റെ പര്യവസാനം നഷ്ടം തന്നെ ആയിരുന്നു താനും. أعد الله لهم عذابا شديدا فاتقوا الله يا أولي الألباب الذين آمنوا قد أنزل الله إليكم ذكرا. വചനം 10. അഅദ്ദല്ലാഹു അല്ലാഹു ഒരുക്കിയിരിക്കുന്നു, ലഹും അവർക്ക്, അദാബൻ ശദീദൻ കഠിനമായ ശിക്ഷ. ഫത്തഖുല്ലാഹ ആകയാൽ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. യാ ഉലിൽ അൽബാബ് ബുദ്ധിമാന്മാരെ, അല്ലദീന ആമനു വിശ്വസിച്ചവരായ, ഖദ് അൻസലല്ലാഹു തീർച്ചയായും അല്ലാഹു ഇറക്കിയിരിക്കുന്നു, ഇലൈക്കും നിങ്ങൾക്ക്, ദിക്റ ഒരു ഉത്ബോധനം, സ്മരണ, ഉപദേശം. അവർക്കു ആ രാജ്യക്കാർക്കു അല്ലാഹു കഠിനമായ ഒരു ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. ബുദ്ധിമാന്മാരെ, അതേ വിശ്വസിച്ചവരെ, തീർച്ചയായും നിങ്ങൾക്കു അല്ലാഹു ഒരു ഉത്ബോധനം ഇറക്കിത്തന്നിരിക്കുന്നു. رسولا يتلو عليكم آيات الله مبينات ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور ومن يؤمن بالله ويعمل صالحا يدخله جنات تجري من تحتها الأنهار خالدين فيها أبدا قد أحسن الله له رزقا. വചനം 11. റസൂലൻ അതായത് ഒരു റസൂൽ, യത്ലു അലൈക്കും നിങ്ങൾക്ക് ഓതിത്തരുന്ന, പാരായണം ചെയ്തു തരുന്ന, ആയാത്തില്ലാഹി അല്ലാഹുവിന്റെ ആയത്തുകളെ, മുബയ്യിനാത്തിൻ വ്യക്തമാക്കുന്നവയായിട്ട്, വിവരിക്കുന്നവയായിട്ട്, ലിയുഖ്രിജ വെളിവരുത്തുവാൻ വേണ്ടി, പുറപ്പെടുവിക്കുവാൻ വേണ്ടി, അല്ലദീന ആമനു വിശ്വസിച്ചവരെ, വഅമിലുസ്സാലിഹാത്തി സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തു, മിനല്ലുലുമാത്തി ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന്, ഇലന്നൂരി പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, വമയ്യുമിൻ ആർ വിശ്വസിക്കുന്നുവോ, ബില്ലാഹി അല്ലാഹുവിൽ, വയഅമൽ സ്വാലിഹൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും, യുദ്ഖിൽഹു അവനെ അവൻ പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ പല സ്വർഗങ്ങളിൽ,
തജ്രി മിൻ തഹ്തിഹ അതിന്റെ അടിയിൽ കൂടി ഒഴുകുന്ന നടക്കുന്ന അൽ അൻഹാർ അരുവികൾ നദികൾ ഖാലിദീന ഫീഹ അതിൽ നിത്യവാസികളായിക്കൊണ്ട് അബദൻ എന്നെന്നും എക്കാലവും ഖദ് അഹ്സനല്ലാഹു അല്ലാഹു തീർച്ചയായും നന്നാക്കി വെച്ചിട്ടുണ്ട് ലഹു അങ്ങനെയുള്ളവന് റിസ്ഖ ആഹാരം ഉപജീവനം. അതെ, ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു, വ്യക്തമായി വിവരിക്കുന്നതായും കൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളെ വേദലക്ഷ്യങ്ങളെ അദ്ദേഹം നിങ്ങൾക്ക് ഓതിത്തരുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് വരുത്തുവാൻ വേണ്ടി. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നതാരോ അവനെ അവൻ അടിഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അതിൽ എന്നെന്നും നിത്യവാസികളായ നിലയിൽ അള്ളാഹു അങ്ങനെയുള്ളവന് ഉപജീവനം നന്നായി ഒരുക്കിവച്ചിട്ടുണ്ട്. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. വചനം 12. അല്ലാഹു അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനത്രേ 7 സമാവാതിൻ 7 ആകാശങ്ങളെ വമിനൽ അർളി ഭൂമിയിൽ നിന്നും തന്നെ മിത്ലഹുന്ന അവയെപ്പോലെ അവയുടെ അത്ര യതനസ്സലു ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അൽ അംറ കൽപ്പന കാര്യം ബൈനഹുന്ന അവക്കിടയിൽ ലിതഅലമു നിങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് അന്നല്ലാഹ് അല്ലാഹു ആകുന്നുവെന്ന് അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഖദീർ കഴിവുള്ളവൻ ആകുന്നു എന്ന് വ അന്നല്ലാഹ അല്ലാഹു ഉണ്ട് എന്നും അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഖദീർ കഴിവുള്ളവൻ ആകുന്നു എന്ന് വ അന്നല്ലാഹ അല്ലാഹു ഉണ്ട് എന്നും ഖദ് അഹാത്ത വലയം ചെയ്തിട്ടുണ്ട് എന്നും ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെക്കുറിച്ചും ഇൽമ അറിവിനാൽ അറിവുകൊണ്ട്. 7 ആകാശങ്ങളെ ഭൂമിയിൽ നിന്നും തന്നെ അവയെപ്പോലെ സൃഷ്ടിച്ചവനത്രേ അള്ളാഹു. അവയ്ക്കിടയിൽ കൽപ്പന ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്നും അള്ളാഹു അറിവുകൊണ്ടു എല്ലാ വസ്തുവേയും വലയം ചെയ്തിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുവാൻ വേണ്ടിയത്രേ ഇതെല്ലാം അറിയിക്കുന്നത്. എട്ട് മുതൽ 11 വരെ വചനങ്ങളുടെ വിശദീകരണം. അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്മാരുടെയും കൽപ്പനകൾ ധിക്കരിച്ച ജനങ്ങൾ ഇഹത്തിൽ അനുഭവിച്ചതും പരത്തിൽ അനുഭവിക്കാനിരിക്കുന്നതുമായ ദുരന്തഫലങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സത്യവിശ്വാസികളാകുന്ന ബുദ്ധിമാന്മാരെ, അവരാണല്ലോ യഥാർത്ഥ ബുദ്ധിമാന്മാർ, അള്ളാഹു ഉപദേശിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് നേർമാർഗം വ്യക്തമായി വിവരിച്ചു തരുന്ന വേദഗ്രന്ഥവും ദൈവദൂതനുമുണ്ട്. ദുർമാർഗത്തിന്റെ അന്ധകാരങ്ങളിൽ നിന്ന് സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് അദ്ദേഹം നിങ്ങളെ കൊണ്ടുവരും. നിങ്ങൾ സത്യവിശ്വാസവും സൽക്കർമ്മവും കൈവിടാതിരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ശാശ്വതമായ സ്വർഗീയ ജീവിതം ലഭിക്കും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അള്ളാഹു ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. 8-ാം വചനത്തിൽ അവരെ കഠിനമായി വിചാരണ നടത്തിയെന്നും ശിക്ഷിച്ചുവെന്നും പറഞ്ഞത് പരലോകത്ത് വെച്ച് നിസ്സംശയം നടക്കുവാനിരിക്കുന്ന സംഭവങ്ങളെ ഭൂതകാല രൂപത്തിൽ എടുത്തുകാട്ടിയിരിക്കുകയാണ് എന്നത്രേ മിക്ക മുഫസ്സിറുകളും പറയുന്നത്. ഈ ലോകത്ത് വെച്ച് അവർ അനുഭവിക്കേണ്ടി വന്ന വിചാരണയും ശിക്ഷയുമാണ് ഉദ്ദേശമെന്നത്രേ
മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നത്. അപ്പോൾ വിചാരണ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം അവരുടെ കർമ്മങ്ങളെ ശരിക്കും കണക്ക് വെച്ച് രേഖപ്പെടുത്തുകയും ശരിയായ കണക്കിനു തന്നെ അവരുടെ മേൽ നടപടിയെടുക്കുകയും ചെയ്തു എന്നായിരിക്കും. 10-ാം വചനത്തിൽ അവർക്ക് കഠിനമായ ശിക്ഷയൊരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് പരലോക ശിക്ഷയെക്കുറിച്ച് തന്നെയാണ് എന്നതിൽ സംശയമില്ല. അല്ലാഹു ആലം. 12-ാം വചനത്തിന്റെ വിശദീകരണം. സബ്അ സമാവാത്ത് അഥവാ 7 ആകാശങ്ങൾ എന്ന് ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി സൂറത്ത് മുഅ്മിനൂൻ 17-ാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ നാം വിവരിച്ചത് ഓർക്കുക. അതിന്റെ ചുരുക്കം ഇതാണ്: 7 ആകാശങ്ങൾ ഏതെല്ലാമാണ്, എങ്ങനെയെല്ലാമാണ് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അള്ളാഹുവിനറിയാം. ഇന്നേവരെ ശാസ്ത്രജ്ഞന്മാർക്കും അത് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രത്തിന് കണ്ടെത്തുവാൻ കഴിയാത്ത കണക്കറ്റ യാഥാർത്ഥ്യങ്ങൾ നിലവിലുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ സ്വീകരിക്കപ്പെട്ട ശാസ്ത്രീയ സിദ്ധാന്തം മറ്റൊരിക്കൽ ശാസ്ത്രം തന്നെ തെറ്റാണെന്ന് തെളിയിക്കലും അപൂർവമല്ല. ഇന്നുവരെ ഉപരിമണ്ഡലത്തിൽ ശാസ്ത്രദൃഷ്ടിക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടുള്ളതത്രയും ഒന്നാമത്തെ ആകാശാതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നവയാണെന്നും അതിനപ്പുറത്തുള്ള ബാക്കി 6 ആകാശങ്ങളെക്കുറിച്ച് ശാസ്ത്രത്തിന് ഊഹിക്കുവാൻ പോലും കഴിയാതിരിക്കുകയാണെന്നും വരാം. ഏതായാലും ആകാശങ്ങളടക്കമുള്ള എല്ലാറ്റിന്റെയും സൃഷ്ടാവായ അള്ളാഹു അവ 7 എണ്ണമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞതിനെ മറ്റേതെങ്കിലും അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചൊപ്പിക്കുവാൻ ആർക്കും അർഹതയും അധികാരവുമില്ല തന്നെ. ഭൂമിയെക്കുറിച്ച് സബ്ഉ അർദീൻ അഥവാ 7 ഭൂമികൾ എന്ന് ഖുർആനിൽ വ്യക്തമായി എവിടെയും പ്രസ്താവിച്ചിട്ടില്ല. എങ്കിലും ഭൂമിയും 7 ഉണ്ടെന്നാണ് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വമിനൽ അർളി മിസ്ലഹുന്ന അഥവാ ഭൂമിയിൽ നിന്നും അവയെ അഥവാ 7 ആകാശങ്ങളെപ്പോലെ എന്നു പറഞ്ഞതിന്റെ അർത്ഥം അതാണല്ലോ. ചില നബിവചനങ്ങളിൽ 7 ഭൂമികൾ എന്ന് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് താനും. അവയിൽ ഒന്ന് ഇതാണ്: മൻ ളലമ ഖീദ ശിബിരിൻ മിനൽ അർള് തുവ്വിഖഹു മിൻ 7 അർളീൻ മുത്തഫഖുൻ അലൈ. അഥവാ ഒരാൾ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ സ്ഥലം ആക്രമിച്ചെടുത്താൽ 7 ഭൂമികളിൽ നിന്നുമായി അത് അവന് മാലയിടപ്പെടും. ബുഖാരി, മുസ്ലിം. ബാബു മാ ജാഅ ഫി 7 അർളീൻ അഥവാ 7 ഭൂമികളെപ്പറ്റി വന്നിട്ടുള്ള ഹദീസുകളുടെ അധ്യായം എന്ന ശീർഷകത്തിൽ ഇതുകൂടാതെയും ഹദീസ് ബുഖാരി റഹിമഹുല്ല രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഖുർആൻ വചനം അതിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. 7 ആകാശങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് 7 ഭൂമികളെക്കുറിച്ചും പറയുവാനുള്ളത്. അതിന്റെ യാഥാർത്ഥ്യവും വിശദവിവരവും അള്ളാഹുവിന് മാത്രം അറിയാം. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരുടേതായ ചില വ്യാഖ്യാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാറുണ്ടെന്നല്ലാതെ സൂക്ഷ്മതയോ തെളിവ് സഹിതമോ സ്വീകാര്യമായ ഒരു അഭിപ്രായം ഇതേവരെ ആർക്കും രേഖപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. മനുഷ്യന്റെ അറിവിനും അവന്റെ നിരീക്ഷണങ്ങൾക്കും വിഷയീഭവിച്ചിട്ടില്ലാത്ത ചില ഭൂലോകങ്ങൾ അനന്തവിസ്തൃതമായ ആകാശമണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുന്നതിൽ യാതൊരു അസാംഗത്യവുമില്ല. സബ്ഉ സമാവാത്ത് വമിനൽ അർളി മിസ്ലുഹുൻ അഥവാ 7 ആകാശങ്ങളെയും ഭൂമിയിൽ നിന്നും തന്നെ അതുപോലെ എന്ന ആയത്തിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അവിശ്വസിച്ചു പോയേക്കും അഥവാ വ്യാജമാക്കിയേക്കും എന്നും മറ്റും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. അള്ളാഹു അറിയിച്ചു തന്നത് യാതൊരു ഏറ്റക്കുറവും വരുത്താതെ അങ്ങ് വിശ്വസിക്കുക, യാഥാർത്ഥ്യം അവങ്കിലേക്ക് വിട്ടേക്കുക. കിട്ടിക്കഴിഞ്ഞ അറിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ സൃഷ്ടി വൈഭവത്തെപ്പറ്റി ചിന്തിക്കുക. ഇതാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. ആകാശലോകങ്ങളാകട്ടെ ഭൂമി ലോകങ്ങളാകട്ടെ അവയിലെല്ലാം തന്നെ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നടമാടിക്കൊണ്ടിരിക്കുന്നത്. അവൻ അറിയാതെയോ അവന്റെ കൽപ്പനാധികാരങ്ങൾക്കനുസരിച്ചല്ലാതെയോ ഒരു കാര്യവും നടക്കുന്നില്ല. എല്ലാറ്റിന്റെയും സൃഷ്ടാവെന്ന പോലെ എല്ലാറ്റിന്റെയും നേതാവും ഭരണകർത്താവും അവൻ തന്നെ. അവൻ സർവശക്തനും അവൻ സർവജ്ഞനുമാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ഈ പരമാർത്ഥങ്ങൾ മനുഷ്യൻ സദാ ഓർത്തും അറിഞ്ഞുമിരിക്കേണ്ടതുണ്ട്. അവന്റെ സകല നന്മയുടെയും അടിത്തറ ഇതത്രേ. അല്ലാഹുമ്മ ലക്കൽ ഹംദ് വലക്കൽ മിന്ന.